നമ്മൾ ഈ പൊതുവിൽ ഈ ആൾക്കാർ എപ്പോഴും പറയാറുണ്ട്, രത്നങ്ങൾ ധരിക്കുമ്പോൾ അതിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ രത്നം ധരിച്ചാൽ എനിക്ക് ജോലി കിട്ടുമോ, ഞാൻ ഈ രത്നം ധരിച്ചാൽ എൻ്റെ കല്യാണം നടക്കുമോ, ഞാൻ ഈ രത്നം ധരിച്ചാൽ എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുമോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ഓരോ ഘട്ടങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ഞാൻ ഓരോ സ്റ്റോണുകളും അതിൻ്റെ ഗുണത്തെയും അത് ധരിക്കാൻ പാടില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെയും കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഈ ഒരു ചോദ്യങ്ങൾ എന്നിലേക്ക് വന്നതുകൊണ്ടാണ്. ഓരോരുത്തരുടെ അഭിപ്രായം വ്യത്യസ്തമാണ്, ഓരോ ചോദ്യങ്ങൾ അതുപോലെ വ്യത്യസ്തമാണ്. ഒരു കല്ല് ധരിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു കസ്റ്റമർ അവർ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. അതാണ് അവരുടെ എനർജി. അപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ള കസ്റ്റമേഴ്സുകളിൽ അവരാവശ്യപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ജോലി കിട്ടുമോ, ഞാൻ ഈ സ്റ്റോൺ ധരിച്ചാൽ എനിക്ക് ജോലി കിട്ടുമോ, എനിക്കൊരു വീട് വയ്ക്കാൻ സാധിക്കുമോ. അതുപോലെ തന്നെ എന്നെ ഏറ്റവും വലിയ ഹോണ്ട് ചെയ്തൊരു വിഷയത്തെക്കുറിച്ചും കൂടിയാണ് ഞാനിന്ന് പറയുന്നത്. ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഒരു 8 മണിയാവും വിളിച്ചിട്ട് ചോദിക്കുന്നു, തിരുമേനി എന്നാണ് വിളിച്ചത്, ഞാൻ ഒരു ജ്യോത്സ്യനല്ല എന്ന് ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ രത്നങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഒരുപാട് പ്രാക്ക് ദോഷമുണ്ട്. ഇപ്പം നമ്മൾ ഈ ആൾക്കാർ പറയില്ലേ, നീ നശിച്ചു പോടാ, നീ തൊലഞ്ഞു പോവും, നീ ഗുണം പിടിക്കത്തില്ല. അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി, അതിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് കണ്ണേർ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട് രത്നശാസ്ത്രത്തിൽ ഏതെങ്കിലും സ്റ്റോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യം കേട്ടപ്പോൾ ഞാനും ഇതുവരെ സംസാരിച്ചിട്ടില്ല വിഷയത്തെക്കുറിച്ച്. അപ്പോൾ ഇതൊരു പുതിയൊരു വിഷയമാണ്, അപ്പോൾ നമുക്ക് പഠിക്കണമല്ലോ. അപ്പം ഞാനങ്ങനെ രത്നശാസ്ത്രത്തിൽ ഈ കണ്ണീറിനും അല്ലെങ്കിൽ പ്രാക്ക്, ശാപം, ഈ ശാപം പോലെയുള്ള വാക്കുകളൊക്കെ പറയുക, ഈ ഗുളിക നിൽക്കുന്ന സമയത്ത് മോശമായ വാക്കുകൾ പറയരുത്, അച്ചട്ടായിട്ട് അത് സംഭവിക്കുമെന്നൊക്കെ ഉള്ളൊരു പ്രതീതിയും ഒരു ചിന്തയൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ ഫലിച്ച ചരിത്രങ്ങളുമുണ്ട്. ഒന്നിനെയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എല്ലാ വശങ്ങളും ഒരു വശത്തെക്കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ ആ വശങ്ങളെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ ഒന്ന് മാത്രമാണ് ശരിയെന്ന് പറയാനും നമ്മുടെ ഈ ലോകത്ത് സാധിക്കത്തില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിശ്വാസവും അന്ധവിശ്വാസം, വിശ്വാസം വിൽപ്പന ചരക്കാണ് എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ ഷോ ഇപ്പോൾ 24 വന്നു. അപ്പോൾ അതനുസരിച്ചിട്ടൊരു ഷോ കാണാനിടയുണ്ടായി. അപ്പോൾ ആ ഷോയിൽ കണ്ടപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിൽപ്പന ചരക്കല്ല, അത് എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ്. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുമെന്ന് പറയും പോലെ നമ്മൾ എന്തിനെയാണോ വിശ്വാസം അർപ്പിച്ച് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നോ അതിൽ സക്സസ് ഉണ്ടാവുമെന്നുള്ള അതും ഒരു വിശ്വാസമാണ്. മനുഷ്യൻ്റെ എനർജിയുടെ ഒരു ഘട്ടമാണ് വിശ്വാസം. വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഭാര്യയും ഭർത്താവും തമ്മിലൊരു വിശ്വാസമാണ്, ആ വിശ്വാസം ഇല്ലെങ്കിൽ കുടുംബജീവിതം ഇല്ല. മക്കളും അച്ഛനും തമ്മിലും മക്കളും അമ്മയും തമ്മിലും ഒരു വിശ്വാസമാണ്, ആ വിശ്വാസം ഇല്ലെങ്കിൽ ആ കുടുംബജീവിതം ഇല്ല. അധ്യാപകരും കുട്ടികളും തമ്മിലൊരു വിശ്വാസമാണ്, അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മനസ്സിലാക്കിയെടുക്കുമെന്നുള്ളൊരു വിശ്വാസമാണ്, ആ വിശ്വാസം ഇല്ലെങ്കിൽ അവിടെ ഈ വിശ്വാസത്തിന് പ്രാധാന്യമില്ല. നമ്മൾ ബിസിനസ് ചെയ്യുന്നു, എത്രയോ പാർട്ട്നേഴ്സ് ഉണ്ടാവും, എത്രയോ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അതെല്ലാം ഒരു വിശ്വാസമാണ്. വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശ്വാസം. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ, ഇപ്പം നമുക്ക് അഭിപ്രായങ്ങളുണ്ടല്ലോ, എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരാരും മോശക്കാരൊന്നുമല്ല. ഇപ്പം നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ നമ്മൾ അതിൽ അഭിപ്രായം പറയുക എന്ന് പറയുന്നത്, ഞാനൊരു പൊതുപ്രവർത്തനമായതുകൊണ്ടായിരിക്കാം, കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയും. ആ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ ആ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഒരുപാട് പേര് വിശ്വാസത്തെയും വിശ്വാസം ഹനിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സംവാദമാണ് നടക്കുന്നത്. ആ സംവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു വിഷയം തോന്നിയത്, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദികളുണ്ട്, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളുണ്ട്. ഈ രണ്ടിലും ഒരു വിശ്വാസമുണ്ട്, അത് നിങ്ങൾ ഓർക്കണം.
ദൈവമുണ്ട് എന്ന് പറയുന്നിടത്ത് ഒരു വിശ്വാസമുണ്ട്, ദൈവം ഇല്ല എന്ന് പറയുന്നിടത്ത് വിശ്വാസമുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ എന്തിനെയാണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസം നമ്മളെ രക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനിത് പറയാൻ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കല്ലുകളിലും അതേ രീതിയിലുള്ളൊരു വിശ്വാസം വച്ച് പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. ഇപ്പം നമ്മളൊരു കല്ല് കയ്യിലേക്ക് ധരിച്ചു കഴിഞ്ഞാൽ ആ കല്ല് നമുക്ക് ഗുണപ്രദമാണ് എന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ ഉള്ളിലേക്കുണ്ടാകുന്നൊരു എനർജിയുണ്ട്. ഈ കല്ലിലൂടെ ആ എനർജി നമുക്ക് കിട്ടും, സ്ട്രോങ് ആവും, നമ്മുടെ ത്വരിതപ്പെടുത്തും. അതനുസരിച്ച് നമ്മൾ ധരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജ്ജവും എനർജിയും വലുതായിരിക്കും. ഞാൻ എൻ്റെ കയ്യിലേക്ക് കല്ല് ധരിച്ചു, എൻ്റെ കയ്യിലേക്ക് ഞാൻ കല്ല് ധരിച്ചിട്ട് ഞാൻ വിചാരിക്കണം ഇതുകൊണ്ട് ധരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ധരിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ധരിക്കുന്നത്? എന്തിനാണ് ധരിക്കുന്നത്? ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ ഒരു സ്റ്റോണിനെ വിശ്വാസത്തോടു കൂടിയിട്ട് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ ഞാനിന്ന് പ്രാക്ക് ദോഷം അല്ലെങ്കിൽ വിളിദോഷം, കമ്പയർ ദോഷം എന്നൊക്കെ പല രീതിയിൽ പറയും വാക്കുകൾ. അപ്പോൾ ഈ ദോഷത്തെക്കുറിച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അക്വാമറീൻ എന്നൊരു സ്റ്റോണുണ്ട്. ഞാനത് അക്വാമറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനത് കാണിക്കാം. ഈ അക്വാമറീൻ സ്റ്റോണ്, അക്വാമറൈൻ എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് ഒരു മറൈൻ. ഇത് കടലിൽ നിന്ന് ലഭിക്കുന്നൊരു സ്റ്റോണാണ്. ഈ സ്റ്റോൺ ഒരാൾക്ക് ധരിക്കേണ്ടി വന്നാൽ, ഈ സ്റ്റോൺ ധരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് കൃത്യമായിട്ട് ഗ്രഹനില നോക്കി ധരിക്കേണ്ടി വന്നാൽ, ആ സ്റ്റോൺ ധരിക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്കത് പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് വരുന്ന എല്ലാ ബാഡ് എനർജീസും, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ശപിച്ചു നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ, നിൻ്റെ ഭാഗത്ത് ശരിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ ഭാഗത്ത് ശരി ഉണ്ടായിക്കോട്ടെ, ഒരാളുടെ മുഖത്ത് നോക്കി ഒരാൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ആരും സ്വയം നശിക്കാൻ വേണ്ടി തീരുമാനിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നതിൻ്റെ എനർജി ഈ സ്റ്റോൺ കിടന്നാൽ ആ പാപങ്ങൾ, നാശങ്ങളൊന്നും അല്ലെങ്കിൽ ശാപങ്ങളൊന്നും നമ്മളെ ഏൽക്കില്ല എന്നുള്ള ആചാരമുണ്ട്. ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. അക്വാമറൈൻ അതുകൊണ്ട് തന്നെ പണ്ട് കാലം മുതലേ അക്വാമറൈൻ ധരിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ അക്വാമറൈൻ ധരിച്ചു വരുന്നുമുണ്ട്. പക്ഷേ ഈ അക്വാമറൈൻ നമുക്ക് ധരിക്കുമ്പോൾ മിനിമം നമ്മൾ ഒരു റിക്വയർമെൻറ്റ്, നമ്മുടെ അക്വാമറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും പറയും അക്വാമറൈൻ പോയി നിങ്ങൾ ധരിക്കും 2 കയറ്റും, അങ്ങനെയല്ല. അക്വാമറൈൻ ധരിക്കുമ്പോൾ മിനിമം 15 ക്യാരറ്റിന് മുകളിൽ സ്കൈ ബ്ലൂ ആ രീതിയിൽ അക്വാമറൈൻ ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ അക്വാമറൈൻ ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ? നമ്മളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മുഖത്ത് നോക്കി ആർക്കെങ്കിലും ഒരു ദേഷ്യം ഉണ്ടായിക്കോട്ടെ, നമ്മൾ ധരിച്ചിരിക്കുന്നു, അവരുടെ മുമ്പിൽ നിന്നാൽ പോലും അവർക്ക് കൂടുതൽ സംസാരിക്കാൻ സാധിക്കില്ല. അവർ നിങ്ങളെ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ ഒരു നെഗറ്റീവ് എനർജി വരത്തില്ല. ഇതാണ് ഈ അക്വാമറൈൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ അക്വാമറിയൻ പോലെ തന്നെയാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം സർപ്പദോഷം. ഈ സർപ്പദോഷം ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ജ്യോത്സ്യ രംഗത്ത് നിൽക്കുന്നതാണ്. അത് അവരുടെ സബ്ജക്റ്റാണ്, അതിലേക്ക് ഞാൻ കൈവയ്ക്കുന്നില്ല. പക്ഷേ ഈ സർപ്പദോഷത്തിൻ്റെ ഭാഗമായിട്ട് രത്നങ്ങളിൽ സർപ്പദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം നമ്മൾ ചെയ്യണം. പൂജാതി കർമ്മങ്ങൾ, ക്ഷേത്രത്തിലെ ആയില്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരുപാടുണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ സർപ്പദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ, സർപ്പദോഷം വന്നുപോയാൽ അത് വലിയൊരു ദോഷം തന്നെയാണ്, നിസ്സാരമായിട്ട് കാണണ്ട. അത് ജീവിതത്തിൽ പിണഞ്ഞു പിടഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. ഒരുപാട് പേരുടെ അഭിപ്രായം കേട്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ദോഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർപ്പക്കല്ലെന്ന് പറയുന്നുണ്ട്. അതും രത്നങ്ങളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മൂമെൻറ്റുകൾ, അതായത് നമുക്ക് സന്തോഷമുള്ള സമയം ഉണ്ടാവാം, സങ്കടമുള്ള സമയം, എല്ലാ പേരും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കില്ല.
സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. സന്തോഷവും സങ്കടവും ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിലും സന്തോഷമായിട്ട് നമ്മുടെ ജീവിതത്തെയും സങ്കടത്തിൻ്റെ വേലിയേറ്റത്തെ തടുത്തു നിർത്തുവാനും ജീവിതത്തിൽ കിട്ടുന്ന റെമഡീസാണ് ഇങ്ങനെയുള്ള രക്തങ്ങൾ. അപ്പോൾ ഇത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടെന്നുള്ളതല്ല. ഇപ്പം രക്തങ്ങളുടെ ഇടയിൽ വിശ്വാസമില്ല. ആക്ച്വലി രക്തങ്ങളെന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ധരിക്കുക എന്നുള്ളതല്ല. രക്തങ്ങൾ ആർക്കും ധരിക്കാം. ദൈവം ഇല്ലെന്ന് പറയുന്നവന് ധരിക്കാം, ദൈവം ഉണ്ടെന്ന് പറയുന്നവർക്കും ധരിക്കാം. ഇല്ലെന്ന് പറയുന്നവൻ ഇല്ലെന്ന് പറഞ്ഞോട്ടെ. രക്തങ്ങളെന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന രക്തം പ്രകാശം പതിച്ചുണ്ടാകുന്ന റേഡിയേഷനിലൂടെ എനർജി. ആ എനർജി ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം തന്നെ രൂപാന്തരപ്പെടുത്തി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രസക്തമായ കാര്യം. നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേലിയേറ്റങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് രത്നങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടാക്കി തീർക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് സംഭവിച്ചോട്ടെ അതിനെല്ലാം പ്രതിവിധികളായിട്ട് രത്നങ്ങൾ ധരിക്കാൻ സാധിക്കും. ഈ രത്നങ്ങൾ ധരിക്കുമ്പോൾ രത്നങ്ങളിൽ ഉണ്ടാകുന്ന എനർജി ധരിക്കേണ്ട രീതിയിൽ, ഏത് വീഡിയോയിൽ ഞാൻ ഈ വാക്ക് പ്രത്യേകം പറയും, ധരിക്കേണ്ട രീതിയിൽ രത്നങ്ങൾ ധരിക്കണം. നാച്ചുറലായിട്ടുള്ള രത്നങ്ങൾ കൃത്യമായി ധരിക്കേണ്ട രീതിയിൽ ധരിക്കണം. കഴിഞ്ഞ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഓരോരുത്തർ എത്രയോ പേര് രക്തം വ്യാപാരം ചെയ്യുന്നുണ്ട്. എത്രയോ ആൾക്കാർ വലിയ വലിയ ഷോറൂമുകളിട്ട് രക്തം വ്യാപാരം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞൊരു ഞാൻ യൂട്യൂബൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് കല്ലുകളെ കുറിച്ചിട്ടൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുമ്പോൾ കല്ല് നമുക്ക് ധരിക്കാം. ഒരാളുടെ ചോദ്യമാണ്, ഒരു യൂട്യൂബർ ഒരാൾ ചോദിക്കുകയാണ്, കല്ല് എന്തിന് ധരിക്കുന്നു, എങ്ങനെ ധരിക്കുന്നു? അപ്പം ഓപ്പോസിറ്റ് നാൾ സിമ്പിളായിട്ട് പറയാണ്, കല്ല് എങ്ങനെ വേണമെങ്കിലും ധരിക്കാം. എങ്ങനെ വേണമെങ്കിലും കല്ല് ധരിക്കാം, അത് ശരിയാണ്. അത് ഒരു കല്ല്, രത്നങ്ങൾ എങ്ങനെ വേണമെങ്കിലും ധരിക്കാൻ പറ്റില്ല. അതിൻ്റെ താഴെ പോയിട്ട് അഭിപ്രായം ചോദിച്ചിട്ടൊക്കെ പറയുന്ന ആൾക്കാരോട് നമ്മൾ എന്ത് പറയാൻ പറ്റും? രത്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രമേ ധരിക്കാൻ പറ്റുള്ളൂ. ഉപരക്തങ്ങളെന്നും പറഞ്ഞ് ഫാൻസി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക്, ഇപ്പം ഞാൻ പറയുന്നത്, നാളെ നിങ്ങൾക്ക് ഒരു ഫങ്ഷനുണ്ട്, സ്റ്റോണിൻ്റെ എത്രയോ മനോഹരമായ ഓർണമെൻറ്റ്സ് ഉണ്ട്. എത്രയോ ഓർണമെൻറ്റ്സ് ഉണ്ട്. സെമി പ്രീഷ്യസിൽ വരുന്ന 250, 300, 400 രൂപ കല്ലിന് വരുന്ന ഒരു കല്ലുകളുണ്ട്. 500 രൂപ വിലയുള്ള കല്ലുണ്ട്. 50 രൂപയ്ക്കുള്ള മൂൺ സ്റ്റോൺ വരെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകും. ആരും ഒന്നും പറയില്ല. നല്ല ഭംഗിയായിരിക്കും കാണുമ്പോൾ. അതൊക്കെ ചെയ്യണം. നമ്മൾ ഈ സ്റ്റോൺ വരുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ ധരിക്കണം. അതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതൊക്കെ ധരിക്കണം. അതൊക്കെ ഒരു പോസിറ്റിവിറ്റിയുടെ ഭാഗമാണ്. പക്ഷേ രത്നങ്ങൾ നമുക്ക് ധരിക്കാൻ വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ധരിക്കുമ്പോൾ അതിന് ഗുണമുണ്ടാവണമെങ്കിൽ രത്നങ്ങൾ ധരിക്കണം. കൃത്യമായിട്ടുള്ള സ്റ്റോൺ ധരിക്കണം. ബ്ലൂ സഫയർ എന്ന് പറഞ്ഞാൽ ബ്ലൂ സഫയർ ധരിക്കണം. ആ ബ്ലൂ സഫയറിൻ്റെ ക്വാളിറ്റിയിൽ ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകാൻ പാടില്ല. 1010 രൂപയ്ക്ക് ബ്ലൂ സഫയർ വെച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഏത് ഒപ്പാക്കാണോ, സെമി ട്രാൻസ്പെറൻ്റ് ആണോ, ഇനി പ്രകാശം അങ്ങോട്ട് പോകുന്നില്ലയോ, തട്ടിയാൽ പോലും പോകില്ല. 1200 രൂപ, 250 രൂപ, 300 രൂപയ്ക്ക് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. 2000 രൂപയ്ക്ക് സിന്തറ്റിക്കിൻ്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണോ രത്നങ്ങളെന്ന് പറയുന്നത്? പണ്ട് കാലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രങ്ങളിൽ രത്നങ്ങൾ ധരിക്കാൻ വേണ്ടി രത്നശാസ്ത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി, രത്നം ഒരു മനുഷ്യൻ്റെ കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങൾ, അവൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് രത്നത്തിൻ്റെ എനർജി നിശ്ചയിച്ച് ഓരോ സാഹചര്യം ധരിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത്, രത്നങ്ങളിൽ ഭാവങ്ങളുണ്ട്. ഭാവങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? അഗ്രഷൻ. ഞാൻ ഈ മൂൺ സ്റ്റോണിൻ്റെ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ചന്ദ്രന് ബലക്കുറവുണ്ടാകുമ്പോൾ മാതാവുമായി കലഹമുണ്ടാവാം. ആ നക്ഷത്ര ജാതകൻ്റെ മാതാവുമായി കലഹമുണ്ടാകും. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. അതിന് ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൂൺ സ്റ്റോൺ ഒരാൾക്ക് പറയുന്നത്.
ആ മൂൺ സ്റ്റോൺ 50 രൂപയ്ക്ക് മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉണ്ട്. മൂൺ സ്റ്റോൺ, അത് മൂൺ സ്റ്റോൺ ആണെങ്കിൽ അത് ധരിച്ചാൽ നിങ്ങളുടെ ശരീരവും തണുക്കില്ല, നിങ്ങൾക്കൊരു തണുപ്പും ഉണ്ടാവില്ല. പക്ഷേ മൂൺ സ്റ്റോൺ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈ ക്വാളിറ്റി നമ്മൾ എടുത്താൽ നമ്മുടെ ശരീരം ചന്ദ്രൻ്റെ ഇതുപോലെ തണുത്ത് തന്നെ ഇരിക്കും, സംശയമില്ല. നമ്മുടെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റും, സംശയമില്ല. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഞാനിവിടെ വന്ന് രത്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല. ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് എന്നും ഞങ്ങളുടെ നമ്പരും കൊടുത്തിട്ടുണ്ട്. ഞങ്ങളോട് ആവശ്യം ഇല്ല, ഞങ്ങളെ കയ്യിൽ നിന്ന് സ്റ്റോൺ മേടിക്കണം എന്ന് താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സ്റ്റോൺ കൊടുക്കും. അതിലുപരി ഞാനിത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, രത്നങ്ങൾ ധരിച്ച് നമ്മളിലേക്ക് ഗുണങ്ങൾ ഉണ്ടാകണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ടുള്ള രത്നങ്ങൾ ധരിക്കണം. മാർക്കറ്റിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് രത്നങ്ങൾ ധരിക്കാൻ വേണ്ടി കൊടുക്കുന്ന രത്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു യെല്ലോ സഫയർ ധരിക്കേണ്ട ഒരാളിനെ അവന് കൊണ്ടുവന്നിട്ട് ഗ്ലാസ് എടുത്ത് കൊടുത്തിട്ട് യെല്ലോ സഫയർ എന്ന് പറഞ്ഞ് അവൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാൻ പാടില്ല. ഇതൊരു ബോധ്യപ്പെടുത്തലാണ്. ഇത് കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, രത്നങ്ങൾ ധരിച്ച് നിങ്ങൾക്ക് ഗുണമുണ്ടാകണമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ എത്രയോ പേര് വരുന്നുണ്ട്. അവർക്ക് അവരുടെ ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ, അവർക്ക് ഗുണങ്ങൾ, അവരുടെ ഓരോ ആവശ്യങ്ങൾ, മനുഷ്യരല്ലേ, എല്ലാ ആവശ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവരുടെ പ്രതീക്ഷയിൽ അവർ നമ്മളെ പ്രതീക്ഷ അർപ്പിച്ച് വരുമ്പോൾ നാളെയും നമ്മളെ കാണേണ്ടതാണ്. ആ പ്രതീക്ഷ അർപ്പിക്കുന്നിടത്ത് അവർക്ക് ഇത്ര രത്നം കൊടുത്ത് നമ്മളിരുന്ന് പറയുന്നതല്ലല്ലോ. ഇത്ര അളവിൽ ഇത്ര രീതിയിൽ രത്നം കൊടുത്താൽ അവർക്കതിൽ മാറ്റം ഉണ്ടാകും. സംശയമില്ല, മാറ്റം ഉണ്ടാകും. അത് രത്നം കൃത്യമായിട്ട് ധരിച്ചിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭൂരിഭാഗം ആൾക്കാരും ഒരു 2000, 2500 കൊടുത്തിട്ട് ഇന്ന സാധനം എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ റേറ്റ് എടുത്ത് പറയുന്ന കാര്യം, ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ, ഈ സ്റ്റോണിൻ്റെ ഇടയിലൊക്കെ ആൾക്കാരൊക്കെ ഇതാവുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ധരിക്കാൻ വരുന്ന ആൾക്കാർക്ക്, നമ്മൾ ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് മാത്രം കൊടുക്കുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വില കൂടിയ സ്റ്റോണെന്നല്ല, ഒരു സ്റ്റോണിൻ്റെ ഹൈ ക്വാളിറ്റിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ എത്രയോ ലോ ക്വാളിറ്റിയും വെച്ചിരിക്കാം, അതിൻ്റെ താഴെയും വെച്ചാൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇതാണ്. ഞാൻ ചിലപ്പം ലോ ക്വാളിറ്റിയിൽ ബിസിനസ് ചെയ്ത ആളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാനിപ്പോൾ റൂബി എടുത്താൽ അതിൻ്റെ റൂബിയുടെ ഹൈ ക്വാളിറ്റി, ബർമ റൂബി, മഡഗാസ്കർമായി ഇങ്ങനെയുള്ളതുണ്ടാവും. യെല്ലോ സഫയർ എടുത്താൽ എൻ്റെ കയ്യിൽ സിലോണാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണം, നമ്മളിത് ചെയ്യുമ്പോൾ ഇത് അവർക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഗുണം കൃത്യമായിട്ടുണ്ടാവണം. അത് നമ്മളെ വിളിച്ച് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരാൾ നാളെയും നമ്മളെ വിളിച്ചിട്ട് അവർ തന്നെ പ്രിഫർ ചെയ്യണം, നിങ്ങൾ ആ കല്ല് ധരിക്കൂ. എന്തുകൊണ്ടാണ്? ആരുടെയും വിഷമത്തെയും സങ്കടത്തെയും മുതലെടുക്കാൻ പാടില്ല. എത്രയോ പൂജകൾ ചെയ്യുന്നുണ്ട്, എത്രയോ ലക്ഷങ്ങൾ പൂജയ്ക്ക് മുടക്കുന്നുണ്ട് ഓരോരുത്തരും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അസറ്റാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എനർജിയും ശരീരത്തിലുണ്ടാകുന്ന കാര്യങ്ങളുമാണ്. അപ്പം ഒരു നമ്മൾ ധരിക്കേണ്ട രീതിയിൽ പൂജ ചെയ്യേണ്ടടുത്ത് പൂജ തന്നെ ചെയ്യണം, അത് വേറെ വിഷയം. പക്ഷെ ഞാൻ പറഞ്ഞത്, എത്രയോ അനാവശ്യമായിട്ടുള്ള പൂജകളും ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ രത്നങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ഗുണം, പൂജ ചെയ്യേണ്ടടുത്ത് പൂജ ചെയ്താൽ അതിന് ഗുണം കിട്ടുള്ളായിരിക്കാം. പക്ഷെ നമ്മൾ രത്നങ്ങൾ ധരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണം, ആ ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന എനർജി, അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എനർജിയായിട്ട് റേഡിയേഷനായിട്ട് വരുന്നത്? ഇത് നമ്മൾ ആരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. ഇതിലൊരു പ്രകാശത്തിൻ്റെ ഇത് വരുന്ന സമയത്താണ് ഈ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ആ റേഡിയേഷനിൽ ഉണ്ടാകുന്ന വിവിധ ഘട്ടങ്ങളാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്. ഇന്ന് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? നമ്മുടെ കയ്യിൽ ഒരു രത്നം കിടക്കുന്നു. നിങ്ങളടുത്ത് വിളിച്ചിട്ടൊരാൾ പറയണം, ഇതേതാ, ഈ രത്നം ഏതാ? അയാളുടെ കൈ നിങ്ങളുടെ രത്നം ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ കൈ നിങ്ങളുടെ രത്നത്തിൽ സ്പർശിക്കാൻ പാടില്ല, മറ്റൊരാളുടെ കൈ. എത്ര പേർക്കറിയാം? കൊള്ളാം കേട്ടോ, കല്ല് കൊള്ളാം കേട്ടോ, നോക്കൂ, ഒന്ന് ഊരിയെടുക്കൂ. ഇങ്ങനെയുള്ള അറിവുകൾ മനസ്സിലാക്കി വേണം നമ്മൾ രത്നങ്ങൾ ധരിക്കാൻ. ഇത് ഞാൻ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത്. ഞങ്ങളോട് ധരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഞങ്ങൾ കൊടുത്തതിന് ശേഷം അവർക്ക് ഒരു അരമണിക്കൂർ ഞങ്ങൾ ഇരുന്നെല്ലാം പറഞ്ഞു കൊടുക്കും.
എങ്ങനെ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ സ്റ്റോണും കൊടുത്ത് വിടുന്നത്. എന്നിട്ട് 42-ാമത്തെ ദിവസം ഞങ്ങളെ വന്ന് കാണാൻ പറയും. എന്തുകൊണ്ടാണ്? ദൈവത്തെ പോലെയാണ് കാണുന്നത്, ഈശ്വരനെ പോലെയാണ് രത്നങ്ങളെ ഞാൻ കാണുന്നത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ പേരാണ് ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ്. നാളെ നമ്മൾ ഡയമണ്ട്സിൻ്റെ, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എനിക്ക് ഡയമണ്ട്സിൻ്റെ സ്റ്റോൺസിൻ്റെയും മാത്രം ഒരു ഏറ്റവും വലിയൊരു ഷോറൂം എല്ലാ സ്ഥലങ്ങളിലും വേണമെന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസ്യത അത് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ അത്രയും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റോണിൻ്റെയും ഹൈ ക്വാളിറ്റി ആൾക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നതും കല്ലുകളെക്കുറിച്ച് വിവിധ ഘട്ടങ്ങൾ ഞാനിവിടെ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വരുന്ന റെഫറൻസ്, നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് കല്ലൊന്നും മേടിച്ചുകൊണ്ട് പോകത്തില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. നാളെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ നാട്ടിലൊരു കസ്റ്റമറുണ്ട്. പിന്നെ ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ വിളിക്കും, അതിൽ 1-2 പേര് നമ്മളെ നിന്ന് എടുക്കും, അത്ര തന്നെ. പക്ഷേ ഈ വിളിക്കുന്നതൊക്കെ നമുക്ക് സന്തോഷമാണ്. കാര്യം അവർ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് മറുപടി പറയാൻ സാധിക്കും. അത് അങ്ങനെ മറുപടി പറയുമ്പോൾ ഞാനും പഠിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഇതിൽ ആദ്യം തുടങ്ങിയ പോർഷനിൽ തന്നെ അവസാനം വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ശാപവാക്കുകൾ ചൊരിയുന്ന, ഇപ്പം ഒരാളുടെ മുഖത്ത് നോക്കി ഒരു ശാപവാക്കുകൾ ചൊരിയുകയാണ്, അയാൾ നശിച്ചു പോകുമെന്ന് പറയുകയാണ്. ഇത് രത്നങ്ങളിൽ അക്വാമറിയൻ എന്ന് പറയുന്നൊരു സ്റ്റോൺ ധരിച്ചാൽ നിങ്ങൾക്ക് എത്ര വലിയ ശാപം ഉണ്ടെങ്കിലും, ഇനി നിങ്ങൾ എത്ര വലിയ ദേഷ്യത്തോടു കൂടി എത്ര ശത്രുക്കളുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ആ ഒരു എനർജി വരത്തില്ല. ഇത് ഞാൻ പറയുന്നതല്ല, രത്നശാസ്ത്രം പറയുന്നതാണ്. ഗ്രന്ഥങ്ങൾ സത്യം മാത്രമേ പറയുള്ളൂ. അത് ശേഖരിക്കുന്ന രീതിയും അത് മനസ്സിലാക്കി പുറത്തോട്ട് പറയുന്ന രീതികളിലുള്ള വ്യത്യാസമാണ് ചിലപ്പോഴൊക്കെ മാറിപ്പോകുന്നത്. സത്യമായി തുടരുക തന്നെ ചെയ്യും. അക്വാമറിയൻ നിങ്ങളെ കാണിക്കുമെന്ന്. ഇതാണ് അക്വാമറിയൻ. ഈ അക്വാമറിയൻ ഞാൻ വീഡിയോയുടെ ആരംഭത്തിലേ പറഞ്ഞു. അപ്പോൾ ഇത് ധരിച്ചു കഴിഞ്ഞാൽ ശാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അക്വാമറിയൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇത് നമുക്ക് ഒരു ശാപവും നമ്മളെ ഏക്കാത്ത, നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ അത്രയും പോസിറ്റിവിറ്റി ഉള്ളൊരു സ്റ്റോണാണ്.